അപ്പോൾ ഇതാ നമ്മളെ പഴംപൊരിയെല്ലാം ഇവിടെ ചുട്ട് റെഡി ആയിട്ടുണ്ട്. ഹായ് ഹായ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മ ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടില്ലേ എന്നെ അമ്മ പഴംപൊരിന്റെ നമ്മ മുന്നേ ചെയ്തിട്ടുണ്ട് പഴംപൊരിന്റെ റെസിപ്പി. എന്നാലും ഇപ്പം കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് പഴംപൊരിയുടെ റെസിപ്പി കാണിക്കുമോന്ന്. അപ്പോൾ നമ്മ കൂടുതലായിട്ടും ഉണ്ണിയപ്പം, നെയ്യപ്പം, പത്തല് അങ്ങനെയെല്ലാം ഉണ്ടാക്കി കൊടുക്കല്. പഴംപൊരി വല്ലപ്പോഴും ആരെങ്കിലും ചോദിച്ചാൽ മാത്രമേ ഉണ്ടാക്കി കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പഴംപൊരിന്റെ ഓർഡർ ഉണ്ട്. അപ്പോൾ അതിന്റെ റെസിപ്പി നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ അമ്മ, നമുക്ക് പഴംപൊരിന്റെ കൂട്ടെല്ലാം റെഡിയാക്കി വെക്കാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഏലക്കായിൻ്റെ ഉള്ളിലത്തെ കുരു എടുത്തിട്ട് 3 ഏലക്കായാണ് എടുത്തിട്ടില്ല കേട്ടാ. അപ്പം അത് പഞ്ചസാരയും കൂടിയിട്ട് ഒന്ന് പൊടിക്കുന്നുണ്ട്. നമ്മൾ ഏകദേശം ഒരു 10-60 പഴംപൊരി ഇന്ന് ഉണ്ടാക്കുന്നുണ്ട്. നമ്മളെ വീട്ടിലെ ആവശ്യത്തിനെല്ലാം 10-20 അങ്ങനെല്ലാം ആക്കുരു. അന്നേരം ഒരു ഏലക്കായി എടുത്താൽ മതി. പഴംപൊരിക്ക് ഏലക്കായിൻ്റെ ആ ഫ്ലേവർ മുന്നിട്ട് നിൽക്കൊന്നും വേണ്ട, അധികം ഉണ്ടാവില്ല. ഇനി അഥവാ ഇഷ്ടമില്ല എന്നുള്ളവർക്ക് ഒഴിവാക്കും ചെയ്യാം. നമ്മൾ ഇത്രയും 60 ആക്കുന്നതുകൊണ്ട് 3 ഏലക്കായിൻ്റെ കുരു എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് പെട്ടെന്ന് പൊടിഞ്ഞിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഏലക്കായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഓ പൊട്ടിച്ചാത്താ പോക. ഇനി നമുക്ക് മൈദപ്പൊടി ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ മൈദപ്പൊടി 1 കിലോ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. 1 കിലോ മൈദ കഴിഞ്ഞു. ഇതിന്ന് കുറച്ചും കൂടെ എടുക്കാം. 50 പഴംപൊരിക്കാണെങ്കിൽ 1 കിലോ മൈദ കൃത്യമാണ്. ഇതിപ്പം 60 ആക്കാനുണ്ട്, അതുകൊണ്ട് കുറച്ചും കൂടി മൈദ എടുക്കുന്നുണ്ട്. അപ്പം 1/4 കിലോ കൂടി മൈദ അധികം എടുത്തിട്ടുണ്ട്. അപ്പോൾ 1/4 കിലോ മൈദ ആണ് എടുത്തിട്ടില്ലേ. ബാക്കിയായാൽ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ആക്കിയിടാം. പഴമില്ലാത്ത പഴംപൊരിയാക്കാം. തേങ്ങയില്ലെങ്കിൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എപ്പോൾ നമ്മൾ കുറച്ച് അധികം ആക്കും. നമ്മൾ വേറെ ഫുഡ് കളറൊന്നും കൂട്ടിയില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കളറില്ലെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര ഓരോരുത്തരെയും മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ചിലവർക്ക് നല്ലോണം മധുരം വേണ്ടി വരും, ചിലവർക്ക് അധികം മധുരം വേണ്ടി വരില്ല. അപ്പം ഓർഡർ പറയുന്നത് നമുക്കിപ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിയില്ല, എല്ലാം ഒരുപോലെ ആക്കാൻ കഴിയുള്ളൂ. അപ്പം മധുരം കുറച്ച് ഉണ്ടായിക്കോട്ടെ. അതിൽ കുറച്ച് അതിൽ പൊടിക്കും ചെയ്തിനല്ല. ഇപ്പോൾ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഉപ്പിടണ്ട അമ്മ? കുറച്ച് ഉപ്പ് ഇടണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ ഉണ്ടാവും. അതിൽ ഉപ്പ് വേണം. ഉപ്പുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് എത്ര പഴംപൊരി വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാമല്ലോ. അളവിൽ മാറ്റം ഉണ്ടാവുന്നേലും ഇപ്പം നമ്മൾ 60 ആയതുകൊണ്ട് ഇത്രയും മൈദപ്പൊടിയും കാര്യങ്ങളെല്ലാം എടുക്കുന്നത്. അപ്പോൾ ഇതേ റെസിപ്പി തന്നെ നമുക്ക് വീട്ടിലെല്ലാം ഉണ്ടാക്കുമ്പോൾ അത്രയല്ലേ വേണ്ടു. അപ്പം മൈദേൻ്റെ അളവിലും പഞ്ചസാരൻ്റെ അളവിലും ഏലക്കായി 1 അത്രയെല്ലാം മതിയാവും. അപ്പോൾ അതുപോലെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. നമുക്കിതിലേക്ക് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച് ഇതും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കളർ കുറവുണ്ട്, അതുകൊണ്ട് കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പഞ്ചസാരയിൽ ആദ്യം കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ പിന്നെ മധുരം ലേശം കുറവുണ്ടായി. മധുരം പഞ്ചസാര ചേർക്കുമ്പോൾ അമ്മ പിന്നെ വെള്ളം നോക്കിയിട്ട് ചേർക്കാം. എന്താ വെച്ചാൽ അന്നേരം തന്നെ ചേർക്കണം. പിന്നെ അത് വെള്ളമാവും. പഞ്ചസാര ഇരിക്കുമ്പോൾ കൂട്ട് ലൂസായി പോകും. ഇപ്പം തന്നെ വേണമെങ്കിൽ നമുക്ക് അതിനിപ്പോൾ ലേശം കൂടെ അന്നേരമാണെങ്കിൽ ദിവസം മൈദപ്പൊടി ഇട്ട് ഇളക്കി കൊടുത്താൽ മതി. അധികം ലൂസായി കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊരു 4 മണിക്കൂർ നമ്മൾ റെസ്റ്റിന് വെക്കുന്നുണ്ട് കേട്ടോ. നല്ല പഴംപൊരിയാവും. റെസ്റ്റിന് വെക്കാണ്ടും ആക്കലുണ്ട്. പക്ഷേ പിന്നെ
ദോശക്ക് അരച്ച മാവുണ്ടെങ്കിൽ അത് കൂട്ടാം. പിന്നെ ഉഴുന്നും ഇതെല്ലാം അരച്ചത് അതുണ്ടെങ്കിൽ നല്ല പിന്നെ പഴംപൊരി ആവും. നമുക്കതില്ല, നമ്മൾ സാധാരണ ദോശക്ക് അരച്ച കൂട്ടുണ്ട്, പച്ചരി അരച്ചത്, അത് നമ്മൾ ചേർത്ത് കൊടുക്കാം. ലേശം ചേർത്ത് കൊടുക്കാം. ഇത് നല്ലൊരു പഴംപൊരി ഇങ്ങനെ കുഴഞ്ഞ് വെക്കാണ്ട് കുറച്ചൊന്ന് ക്രിസ്പി ആവാം. ക്രിസ്പി അധികമല്ല, കുറച്ച് സാധാരണ വെറും മൈദപ്പൊടി മാത്രം ആകുമ്പം ഇങ്ങനെ ഒരു കുഴഞ്ഞ പോലെ ഉണ്ടാവും. അപ്പോൾ എത്ര സ്പൂൺ ചേർത്ത് കൊടുത്താൽ 5 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ നമ്മൾ വീട്ടിലേക്കില്ല കുറച്ചില്ല ആവശ്യത്തിനാണെങ്കിൽ 1 സ്പൂണോ 1.5 സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മളെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പാകം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്പൂൺ ഇട്ടിട്ട് നോക്കാം. അപ്പോൾ ഒരു സ്പൂൺ ഇട്ടിട്ട് നോക്കുമ്പോൾ ഇതുപോലെ സ്പൂണിൽ ഇങ്ങനെ കോട്ടിംഗ് ആയിട്ട് നിൽക്കണം. അതേപോലെ നമ്മൾ പഴം ഇട്ടാലും ഇതുപോലെ കോട്ടിംഗ് ആയിട്ട് കിട്ടും. ഇതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഒലിച്ചിറങ്ങാനൊന്നും പാടില്ല, ഇതുപോലെ ഇങ്ങനെ കിട്ടണതാ. അപ്പോൾ നമ്മളെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചുടാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ പഴമെല്ലാം ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്, അതെല്ലാം ഒന്ന് മുറിക്കണം. അതെല്ലാം ചുടുന്ന സമയത്ത് ചെയ്താൽ മതി. ഒരു പഴം കൊണ്ട് 4 or 5 പീസാക്കാനാവും കേട്ടോ. അത് പഴത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചായിരിക്കും. അപ്പോൾ നല്ലോണം വലിയ പഴം ആണെങ്കിൽ 5 പീസാവും, അല്ലെങ്കിൽ 4 മാത്രം ആക്കാം. അപ്പോൾ നമുക്ക് ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാമല്ലോ. അപ്പോൾ നമുക്ക് ചൂടാനുള്ള സമയം അടുത്തിരിക്കുകയാണ് അല്ലേ മാം? അപ്പോൾ നമുക്ക് പഴമൊന്ന് മുറിച്ചെടുക്കാം. ഒരു പഴം 4 പീസല്ല ആക്കുന്ന 4 പീസ്. ഒരു പീസായി. രണ്ട് 3 4. അപ്പോൾ ഈ രീതിയിൽ അതേപോലെ കുറച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചുടുമ്പത്തേനും ബാക്കി ഇത് ഞാൻ അന്നേരം വയ്യ മുറിച്ച് തരാട്ടമ്മ. ഓക്കെ. അപ്പോൾ ഇതാ ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. വലിയ ഉരുളിയല്ലേ, ചീനച്ചട്ടി, ഇരുമ്പിൻ്റെ. സൺഫ്ലവർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 3-4 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അല്ലേ അമ്മ? അപ്പോൾ നമുക്ക് പഴംപൊരി ചൂടാൻ വേണ്ടി തുടങ്ങാം. ഒരു 2-3 പഴം എടുത്തിട്ട് ഇതാ മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. വരട്ടാമേ. അപ്പോൾ നമ്മളെ ആദ്യത്തെ സെറ്റ് പഴംപൊരി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 3 എണ്ണം. അതിനെ തട്ടി ഇങ്ങോട്ട് ആക്കറ കുറച്ച് ഡുണ്ടു തന്നെ. അപ്പോൾ ഇതാ നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എണ്ണാറാൻ വെക്കണം ചെയ്യും പാത്രത്തിൽ അതിലേക്ക്. അപ്പോൾ നമ്മളെ പഴംപൊരിയിൽ ഇതാ അടിപൊളിയായിട്ട് ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇത് നമുക്കെല്ലാം ചുട്ട് കഴിഞ്ഞിട്ട് കാണാമേ. അപ്പോൾ നമ്മളെ പഴംപൊരിയെല്ലാം ചുട്ടുതാ കഴിയാനായിട്ടുണ്ട്. ഇത്രപ്പരം മാവ് ബാക്കിയുണ്ടല്ലോ അമ്മ? ഇത്രപ്പരം ബാക്കിയുണ്ടായ സാരമില്ല. തേങ്ങ ആദ്യം കൂടുതൽ അത് കുറച്ചേ ഇല്ലു. അത് ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ നാളെ പിള്ളേർക്ക് പഴംപൊരി കൊടുക്കാം.
പഴയ മണിക്കൊണ്ട് എണ്ണയുണ്ട്. അപ്പോൾ നമ്മളെ ഇതാ പഴംപൊരി എല്ലാം ഇതാ ചുട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാ നമ്മളെ പഴംപൊരിയുടെ റെഡി ആയിട്ടുണ്ടല്ലോ അമ്മ. ഇനിയിപ്പോ കൊണ്ടു കൊടുക്കാനും സമയമായിട്ടുണ്ട്. ഇതാ അപ്പൊ നല്ല പെർഫെക്റ്റ് പഴംപൊരി ഉണ്ടാക്കുന്ന റെസിപ്പി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇനി അതെ, എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമ്മളെ വീഡിയോ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ലൈക്കും ഷെയറെല്ലാം ഒന്ന് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.